സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഹദീസ് പറയുകയാണ്. നിങ്ങളിലുള്ള ചില ആളുകൾ സമ്പത്തും ആധിപത്യവും ഉള്ളവരാണ് കുറ്റം ചെയ്തതെങ്കിൽ അവർ നിങ്ങളിൽ അവരെ വിട്ടയക്കുന്നു, അവർക്ക് നിങ്ങൾ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നില്ല. എന്നാൽ ബലഹീനനായ പണമില്ലാത്ത ദരിദ്രനാണ് തെറ്റു ചെയ്തതെങ്കിൽ അവരെ നിങ്ങൾ വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും പ്രതിക്രിയയും ചെയ്യുന്നു. എന്നിട്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്ക് ഇന്ന് എന്നെ കേൾക്കുന്ന സമൂഹത്തോട് ഞാൻ പറയുകയാണ്. വല്ലാഹി, പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. നിങ്ങളിൽ ചിലർ ആധിപത്യവും ഭരണവുമുള്ള ആളുകൾ തെറ്റ് ചെയ്യപ്പെട്ടാൽ രക്ഷപ്പെടുന്നു, ദുർബലരായ ആളുകൾ ശിക്ഷിക്കപ്പെടുന്നു. വല്ലാഹി, പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. ലൗ സരിഖത്ത് ഫാത്തിമ ബിന്തു മുഹമ്മദ്, എന്റെ സ്വന്തം മകളായ, എന്റെ കരളിന്റെ കഷണമായ, എന്റെ ജീവിതത്തിന്റെ ഏറ്റവും സ്നേഹനിധിയായ എന്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിക്കുന്നതെങ്കിൽ ആ ഫാത്തിമയുടെ കൈകൾ ഞാൻ മുറിച്ചു കളയും എന്ന് പടച്ച തമ്പുരാനെ പിടിച്ച് സത്യം ചെയ്തു പറഞ്ഞു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ സ്വന്തം മകളാകട്ടെ നീതിയുടെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ല. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യ നീതി. ആരുമായി കൊള്ളട്ടെ, നീതി നടപ്പാക്കണമെന്ന കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയില്ല. പാലത്തായിലെ പെൺകുട്ടിയെ പീഡിപ്പിച്ച പപ്പൻ മാഷാകട്ടെ, നീലേശ്വരത്തെ 16 വയസ്സുകാരിയെ പീഡിപ്പിച്ച മദ്രസ അധ്യാപകനായ പിതാവാകട്ടെ, ഇരയ്ക്ക് നീതി കിട്ടണമെന്നെടുത്താണ് വിഷയം. പക്ഷേ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് നീലേശ്വരത്തേക്ക്. 4 പോക്സോ കേസുകളിൽ നേരത്തെ പ്രതിയായിരുന്ന ഒരാൾ ഒരു മദ്രസയിൽ എങ്ങനെ അധ്യാപകനായി ജോലി ചെയ്തു എന്ന കാര്യം സമൂഹവും ഉമറാക്കളും വളരെ കണ്ണു തുറന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നാം നമ്മുടെ മദ്രസയുടെ വാതിലുകൾ ആർക്കും തുറന്നു കൊടുക്കരുത്. പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ബയോഡാറ്റകളും അവരുടെ പിന്നാമ്പുറങ്ങളും അറിഞ്ഞു തന്നെ ഗൗരവത്തോടുകൂടി ഇടപെടാൻ നീലേശ്വരം സംഭവങ്ങൾ നമുക്ക് കാരണമാകേണ്ടതുണ്ട്. ഇവിടെ പാലത്തായി ആവട്ടെ, ഇവിടെ നീതി നിഷേധിക്കപ്പെടുകയാണ്. ഈ ഇസ്ലാമിന്റെ കൊന്നവനെ തൂക്കിലേറ്റുക തന്നെ ചെയ്യണം, വധശിക്ഷ തന്നെ നടപ്പാക്കണമെന്ന ഇസ്ലാമിന്റെ നിയമത്തെ ഈ രാജ്യം മുഴുവനും ഒന്നിച്ചു പറഞ്ഞ ഒരു സമയമുണ്ട്. ഡൽഹിയിൽ നിർഭയ കൊല ചെയ്യപ്പെട്ടപ്പോ, ഷൊർണൂരിൽ സൗമ്യ കൊല ചെയ്യപ്പെട്ടപ്പോ, നിർഭയയുടെ കൊലപാതകികളെ എത്ര താമസിച്ചിട്ടാണ് വധശിക്ഷ നടപ്പാക്കിയത്? അതിൽ നിന്ന് രക്ഷപ്പെടാൻ എത്ര ഹീനമായ തന്ത്രങ്ങളാണ്. എന്നിട്ടും കോടതിയുടെ ഇച്ഛാശക്തിയുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്നു. ഇത് പാഠമാവണം. പാവപ്പെട്ട പെണ്ണിന്റെ മാനം പിച്ചി ചീന്തുന്നവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കണം. ഇത് സമൂഹത്തിന് പാഠമാകണം. അതില്ലാത്തത് കൊണ്ടാണ് 16 വയസ്സുകാരി സ്വന്തം പിതാവിനാൽ പീഡിപ്പിക്കപ്പെടുന്നത്. ഇതിന് വധശിക്ഷ തന്നെ നടപ്പാക്കിയാൽ മാത്രമേ പെണ്ണിനെ ഭോഗവസ്തുവാക്കി മാറ്റുന്ന ഈ കാമഭ്രാന്തന്മാർക്ക് വിലങ്ങിടാൻ കഴിയും. ഇവിടെയാണ് ഇസ്ലാം പറയുന്നത്, എറിഞ്ഞുകൊല്ലണം വ്യഭിചരിക്കുന്നവനെ, പീഡിപ്പിക്കുന്നവനെ. അത് പാലത്തായിലാണെങ്കിലും നിർഭയുടെ കേസിലാണെങ്കിലും. സൗമ്യ ഗോവിന്ദച്ചാമി എത്ര സുന്ദരനായി ജയിലിൽ പോയപ്പോ. നമ്മുടെ നിയമത്തിന്റെ പഴുതുകൾ, എത്ര മാനഭംഗ കേസുകൾ, എത്ര പീഡന കേസുകൾ. കൈവിലങ്ങണിയേക്കേണ്ടവർ നിയമത്തിന്റെ പഴുതുകളും പറഞ്ഞ് രംഗത്ത് വരുമ്പോ ആരോടാണ് നീതി ചോദിക്കേണ്ടത്? ആരോടാണ് നീതിയെക്കുറിച്ച് പറയേണ്ടത്? അപ്പോൾ നിർഭയക്ക് കിട്ടണം, സൗമ്യക്ക് കിട്ടണം, പാലത്തായിലെ പെണ്ണിന് കിട്ടണം, നീലേശ്വരത്തെ പെൺകുട്ടിക്കും കിട്ടണം. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഇതിൽ വികാരിയാണെങ്കിലും മുസ്ലിയാരാണെങ്കിലും പൂജാരിയാണെങ്കിലും ആരാണെങ്കിലും ഈ കേസിൽ ഒരേ നിലപാട് തന്നെയാണ്. പക്ഷെ ഇത് പറയുമ്പോൾ ചില ആളുകൾ നീലേശ്വരത്ത് എന്തായി, പാലത്തായി പറയുമ്പോൾ നീലേശ്വരം. ഇവിടെ പറയുന്നത് നീതി നിഷേധിക്കപ്പെടരുത്. പാലത്തായിലെ വിഷയം എന്തുകൊണ്ട് പോക്സോ ചുമത്തപ്പെട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് പോക്സോ ചുമത്തപ്പെട്ടിട്ടില്ല? ജസ്റ്റിസ് കമാൽ പാഷ അടക്കമുള്ള ആളുകൾ പറയുന്നു ആ മൊഴി മാത്രം മതി പോക്സോ ചുമത്തപ്പെടാൻ. ഇത് ബാക്കവിയുടെ വാക്കുകളല്ലല്ലോ. അദ്ദേഹം അടക്കം പറയുന്നു. ഇവിടുത്തെ പ്രധാനപ്പെട്ട നിയമവിദഗ്ധർ പറയുന്നു. പിന്നെ എന്തുകൊണ്ട് പോക്സോ ഒഴിവാക്കപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ പുറകിലെ പീഡനവും മുമ്പിലത്തെ പീഡനവും അല്ല പറയേണ്ടത്. നാം ഒന്നിച്ചു നിൽക്കേണ്ടത് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. ഇസ്ലാമിന്റെ നിയമം ഇവിടെ വരണം.
എന്നാൽ മാത്രമേ, ഇസ്ലാമിക നിയമത്തിൽ വന്നാൽ മാത്രമേ തീർച്ചയായിട്ടും ഇവിടെ ഒരു സമൂഹത്തിന്റെ, ഒരു പെണ്ണിന്റെ സുരക്ഷിതത്വം ഉണ്ടാവും. അവൾക്ക് മാന്യമായി ഇതിലൂടെ നടന്നു പോകാൻ കഴിയൂ. സൗദി അറേബ്യയിലെ രാജകുമാരനെയാണ് ഒരു തൊഴിലാളിയെ വെടിവെച്ച് കൊന്നതിന്റെ പേരിൽ തൂക്കിലേറ്റപ്പെട്ടത്. നിങ്ങൾ ആ വാർത്ത വായിച്ചിട്ടുണ്ടാവും. മുഖം നോക്കാതെ ശിക്ഷണ നടപടികൾ എടുക്കപ്പെടണം. ഇന്നെല്ലാവർക്കും അധികാരം തണൽ, സമ്പത്ത് തണൽ, അവരുടെ കൈക്കരുത്തുകൾ തണൽ. ആരാണെങ്കിലും, മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണെങ്കിൽ പോലും തെറ്റ് ചെയ്യപ്പെട്ടാൽ അവളുടെ കൈ മുറിക്കുമെന്ന് പറഞ്ഞ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ ഇവിടെ പുലരണം. അതിനുവേണ്ടി ജാഗ്രതയോടെ നിലനിൽക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി, ഖിസാസ് ഇതാണ്. ഖിസാസിൽ 3 ഓപ്ഷനാണുള്ളത്. ഇതൊക്കെ പിന്നീട് പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നുണ്ട. 1 വധശിക്ഷയ്ക്ക് വിധേയമാക്കുക, 1 ബ്ലഡ് മണി വാങ്ങിച്ച് മാപ്പ് കൊടുക്കുക, വാങ്ങിക്കാതെ നിരുപാധിക മാപ്പ് കൊടുക്കുക. ഇങ്ങനെ അള്ളാഹു പറയുന്നു, വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ, നിങ്ങൾക്ക് ഇസ്ലാമിന്റെ ഈ ഖിസാസിൽ നിങ്ങളുടെ ജീവിതമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇസ്ലാം എത്ര മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്നതെന്ന്. നമ്മുടെ മനുഷ്യന്റെ ജീവിതം സംരക്ഷിക്കാനാണ്. വ്യഭിചാരം ഏറ്റവും വലിയ തെറ്റായിട്ട് ഇസ്ലാം പരിഗണിച്ചത് കുടുംബത്തിൽ രക്ഷയുണ്ടാവാനാണ്. മദ്യപാനത്തെ ഏറ്റവും വലിയ തെറ്റായി പരിഗണിച്ചത് ബുദ്ധിയെ രക്ഷിക്കാനാണ്. കൊലപാതകത്തെ ഏറ്റവും വലിയ തെറ്റായി കണ്ടത് സമൂഹത്തെ രക്ഷിക്കാനാണ്. ഇങ്ങനെ ഒരു മനുഷ്യന്റെ നിത്യമായ ജീവിതത്തിൽ ഖുർആന്റെ നിയമങ്ങൾ പോലും വളരെ കൃത്യമായി ഇടപെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി, അൽഹംദുലില്ലാഹ്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോവിഡ് സ്ഥിരീകരിച്ച ദിവസമാണ്. 1000 ചില്ലറയാണ് കോവിഡ് കേസുകൾ. അതോടൊപ്പം തന്നെ നമ്മുടെ ധാരാളം സ്ഥലങ്ങളിൽ, പട്ടാമ്പി, പൊന്നാനി, ആലുവയിൽ അതിതീവ്രമാണ്. മെഡിക്കൽ കോളേജുകളിൽ വളരെ ഗുരുതരമായ അവസ്ഥകൾ വരുന്നു. ഇങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയെ നമ്മൾ അഭിമുഖീകരിക്കുകയാണ്. വളരെ വലിയൊരു പ്രതിസന്ധിയെ നമ്മൾ അഭിമുഖീകരിക്കുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്കറിയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, രോഗികൾ തികയാതെ വരുന്നു. ഹംദാൻ ഫൗണ്ടേഷൻ കോവിഡ് ഹോസ്പിറ്റലായി ഏറ്റെടുത്തു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നാളെ വൈകുന്നേരം അതിൻ്റെ ഉദ്ഘാടനം നടക്കും. ഇപ്പൊ അതിന്റെ സജ്ജീകരണങ്ങളൊക്കെ നടക്കുകയാണ്. ഇന്നും കൂടി ഇവിടെ ഇരുന്ന് ലൈവ് ചെയ്യാൻ പറ്റൂ. നമ്മൾ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ലൈവ്. എന്തെങ്കിലും നെറ്റ് പ്രോബ്ലങ്ങളൊക്കെ വന്നാൽ, ചെറിയ തടസ്സങ്ങളൊക്കെ വന്നാൽ, വൈഫൈ അല്ല വേറെ സംവിധാനങ്ങളൊക്കെ ഒരുക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ലൈവ് വീട്ടിലിരുന്നിട്ടാണ്. അപ്പൊ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടായാൽ നിങ്ങൾ നന്നായി സഹായിക്കണം, സഹകരിക്കണം, ക്ഷമയോടുകൂടി കേൾക്കണം. ലൈവ് നിർത്താമെന്നാണ് തൽക്കാലം തീരുമാനിച്ചത്. അപ്പോൾ എല്ലാവരും പറയുന്നത് നിർത്താൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. വീട്ടിലിരുന്ന് ലൈവ് ചെയ്യാമെന്നാണ് കരുതുന്നത്. നെറ്റ് തടസ്സങ്ങളൊക്കെ ഉണ്ടായാൽ എല്ലാവരും സഹകരിക്കുക. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കോവിഡ് നിയന്ത്രണാതീതമായി മുമ്പോട്ട് പോവുകയാണ്. മനുഷ്യന്റെ എല്ലാ കഴിവുകൾക്കും അപ്പുറം ഓരോ പഞ്ചായത്തിലും ഓരോ ആശുപത്രികളെ സജ്ജീകരിക്കുന്നു. അങ്ങനെയാണ് ഹംദാൻ ഫൗണ്ടേഷൻ എളമാട് പഞ്ചായത്ത് ഏറ്റെടുത്തത്. നമ്മൾ സന്തോഷത്തോടു കൂടി കൊടുക്കുകയും ചെയ്തു. നമ്മുടെ സമൂഹത്തിൽ, എൻ്റെ നാട്ടിലും പോസിറ്റീവുകൾ കൂടുതലാണ്. ഒരു സമൂഹത്തിനൊരാവശ്യം വരുമ്പോൾ ഓടി വരാൻ നമ്മൾ വാതിൽ തുറന്നു കൊടുക്കണം. അൽഹംദുലില്ലാഹ്, ഹംദാൻ ഫൗണ്ടേഷനെ ഇതുവരെ സഹായിച്ചവരും സഹകരിച്ചവരും ഇപ്പോൾ സഹായിക്കുന്നവരുണ്ട്. ഓരോ ദിവസത്തെ ഭക്ഷണം 6666 നേർച്ചയാക്കുന്നവർ. ഈ മാസം 31-നാണ് അൽഹംദുലില്ലാഹ് ബലിപ്പെരുന്നാൾ. 30-ന് വൈകുന്നേരമാണ് നമ്മുടെ ജൽസത്തുൽ ഖുർആൻ. ഏറ്റവും നല്ല സദസ്സാണ്. ഒരു ദിവസത്തെ ഭക്ഷണം സ്പോൺസർ ചെയ്യാൻ കഴിയുന്നവർ, 6666 നെയ്യത്താക്കുന്നവർ. ഇപ്പൊ ഈ പ്രതിസന്ധിയിൽ നിങ്ങൾ നെയ്യത്താക്കി അന്നത്തെ മജ്ലിസിലേക്ക് എത്തിക്കീൻ. ഇൻഷാ അല്ലാഹ് ആ ദുആയിൽ ആയിരക്കണക്കിന് അത്ഭുതങ്ങളും ആയിരക്കണക്കിന് ആളുകൾക്ക് ശാന്തിയും സമാധാനവും കൊടുത്ത ആ ദുആ ഈ മാസത്തെ നടക്കും. എല്ലാവരും അതിലേക്കു വേണ്ടി ഒരു 6666 നേർച്ചയാക്കിന് ഏത് പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരും. അതോടൊപ്പം ഒരു ദിവസത്തെ ഭക്ഷണം 20,000 രൂപയും നിങ്ങൾ നിയ്യത്താക്കീൻ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി എനിക്ക് തൈസീറിൽ പങ്കെടുത്ത മുഴുവൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയാനുള്ള ഒരു കാര്യം,
കോവിഡ് നിയന്ത്രണാതീതമായി പോകുമ്പോൾ, ആശുപത്രികൾ നിറയുമ്പോൾ ഇനി കോവിഡ് രോഗികൾ വീട്ടിൽ തന്നെ ഇരിക്കണമെന്നൊരു നിർദ്ദേശത്തിലേക്ക് സർക്കാർ വരികയാണ്. അടുത്തൊരു ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കേണ്ടി വരുമെന്ന് സർക്കാർ മുമ്പോട് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരു ദിവസം നമ്മൾ സുന്നത്ത് നോമ്പ് പിടിക്കുക. ദുൽഹജ്ജാണ്, സുന്നത്ത് നോമ്പ് പിടിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ അറഫ ദിവസവും ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. യൗമുൽ അറഫ അന്നാണ് നമ്മുടെ ദുആയും ജൽസത്തുൽ ഖുർആൻ നടക്കുന്നത്. അറഫ ദിവസമാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ജൽസത്തുൽ ഖുർആൻ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് ദുആ ചെയ്യാം. അന്നത്തെ ദിവസം നോമ്പ് പിടിച്ച് നമ്മളെല്ലാവരും ഈ കൊറോണയുടെ പ്രയാസത്തിൽ നിന്ന് മാറാൻ വേണ്ടി എല്ലാവരും നോമ്പ് പിടിക്കുക. ദുൽഹജ്ജിന്റെ ഒരു വ്യാഴാഴ്ച രാവ്, ഒരു വെള്ളിയാഴ്ച ഒരു വ്യാഴാഴ്ച എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, പടച്ച റബ്ബിനല്ലാതെ നമുക്ക് സഹായിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ കോവിഡ് നിയന്ത്രണാതീതമായി ഇന്ന് 1000-നപ്പുറത്തോട്ട് വരുമ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, ഈ ദുൽഹജ്ജിലെ ഏറ്റവും പവിത്രമായ ദുൽഹജ്ജിലെ ഇനി വരുന്ന വ്യാഴാഴ്ച ഒരു നോമ്പ് പിടിക്കുക, സുന്നത്ത് നോമ്പ്. എന്നിട്ട് കാര്യമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ഇപ്രാവശ്യത്തെ ഈ മാസത്തെ ജൽസത്തുൽ ഖുർആൻ ലോകത്തിന്റെ ഏറ്റവും വലിയ അഫ്ളൽ ദിവസമായ അറഫയുടെ അന്നത്തെ ആ വൈകുന്നേരമാണ്. എല്ലാവരും അന്നത്തെ ദിവസത്തേക്ക് നേർച്ചയാക്കുകയും ഇൻഷാ അല്ലാഹ് അന്നത്തെ ദിവസത്തെ ദുആയിൽ പങ്കെടുക്കുകയും ചെയ്യുക. ദുൽഹജ്ജ് പിറന്നു. ഉളുഹിയ കൊടുക്കുന്നവർ ധാരാളം സ്ഥലം കണ്ടെയ്ൻമെന്റ് സോണുകളാണ്. അവിടെ ആരോഗ്യ പ്രവർത്തകരുടെയും ഗവൺമെന്റിന്റെയും മാനദണ്ഡങ്ങൾ പാലിച്ച് പൂർണ്ണമായി സഹകരിക്കണം. ഉളുഹിയയുടെ കാര്യത്തിൽ ധൃതി കാണിക്കരുത്. കണ്ടെയ്ൻമെന്റ് സോണുകൾ, അതേപോലെ റെഡ് സോണുകൾ, ഇങ്ങനെ ധാരാളം അതിതീവ്ര പ്രദേശങ്ങൾ, അവിടെയൊക്കെ അതിസാഹസികത കാണിക്കരുത്. പൂർണ്ണമായി നിങ്ങൾ മാനദണ്ഡങ്ങൾ പാലിച്ചു വേണം ഇബാദത്തുകൾ ചെയ്യാൻ എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ദുൽഹജ്ജ് തുറന്നു. ദുൽഹജ്ജായി. ദിൽ തടപ്താ മജൽത്താ ഹെ മേരാ ജബ്ബി ആത്താ ഹെ ഹജ്ജ് കാ മഹീന. എന്റെ ഹൃദയം തുടികൊട്ടുകയാണ്. എന്റെ ഹൃദയം തുടികൊട്ടുകയാണ്. ഇന്നത്തെ ദിവസം ഇന്ന് ബുധനാണ്. നമ്മുടെ ഹൃദയം തുടികൊട്ടുകയാണ്. ജബ്ബി ആത്താ ഹെ ഹജ്ജ് കാ മഹീന. ഹജ്ജിന്റെ മാസം വരുമ്പോ ദുൽഹജ്ജ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ജീവിതത്തിൽ ഏറെ നമുക്ക് അനുഗ്രഹം തന്ന ഒരു ദിവസമാണ്. ആ പറഞ്ഞ വലയാലിൻ അശ്ർ, 10 രാത്രികൾ എന്ന് പറഞ്ഞത് ദുൽഹജ്ജിന് 1 മുതൽ 10 വരെയുള്ള രാത്രികളാണ് എന്ന് ധാരാളം മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. ദുൽഹജ്ജിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസത്തിന് ഏറ്റവും വലിയ പ്രത്യേകതയുടെ കാരണം എന്താണെന്നറിയോ? ഒരു കാരണം ഞാൻ പറയാം. വൽ ഫജ്രി വലയാലിൻ അശ്ർ, ഇത്ര വലിയ പ്രത്യേകത ദുൽഹജ്ജിന് പറയാൻ കാരണം, ഈ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ഇബാദത്തുകളും, മുഹിമ്മാത്തുൽ ഇബാദത്ത്, എല്ലാ ഇബാദത്തുകളും ഒന്നിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്ന 10 ദിവസമാണ് ദുൽഹജ്ജ് 1 മുതൽ 10 വരെ. നമുക്ക് നിസ്കരിക്കാം, ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത്. നോമ്പ് പിടിക്കാം, അറഫ. നമുക്ക് സദക്ക കൊടുക്കാം, അതോടൊപ്പം ഉളുഹിയ അറുക്കാം, അതോടൊപ്പം പെരുന്നാൾ നിർവഹിക്കാം, അതോടൊപ്പം ഹജ്ജ് ചെയ്യാം, ഉംറ ചെയ്യാം, സിയാറത്ത് ചെയ്യാം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഴുവൻ ഇബാദത്തുകളും ചെയ്യാൻ അവസരം കിട്ടുന്ന 1 മുതൽ 10 വരെയുള്ള ദിവസമാണ് വലയാലിൻ അശ്ർ, ദുൽഹജ്ജിന്റെ 10 രാത്രി. ബാക്കിയുള്ള ഒരു മാസത്തിൽ നമുക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റൂലല്ലോ. ഇത് ഹജ്ജ് ചെയ്യാം, ഉംറ ചെയ്യാം, സദക്ക കൊടുക്കാം, നോമ്പ് പിടിക്കാം, നിസ്കരിക്കാം. ഈ എല്ലാ മുഹിമ്മാത്തുൽ ഇബാദത്ത്, ഇബാദത്തുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതെല്ലാം ഒന്നിച്ച് വരുന്നതാണ് ദുൽഹജ്ജിന്റെ 10 ദിവസം. അതുകൊണ്ടാണ് ഇതിന് ഇത്രമേൽ പ്രതിഫലം എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ നമ്മോട് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇൻഷാ അല്ലാഹ് ഈ ദുൽഹജ്ജിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ ഈ കോവിഡിന് എതിരെ, ഇതിനെ പ്രതിരോധിക്കാനുള്ള ഈമാൻ കിട്ടാൻ, ഇത് ഭേദമാവാൻ നമുക്ക് ദുആ ചെയ്യണം. അതോടൊപ്പം അടുത്ത വ്യാഴാഴ്ച നമുക്ക് ഇതിനു വേണ്ടി ഇൻഷാ അല്ലാഹ് സുന്നത്ത് നോമ്പ് പിടിക്കണം. ഈ മാസത്തെ യൗമ അറഫ, അറഫയുടെ അന്ന് രാത്രി
മഹാനായ ഖിളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം അറഫയിലെത്തുന്ന രാത്രി ലോകത്തെ മുഴുവനും ഒരായുസിലെ ഏറ്റവും അഫ്ളലായ രാത്രി. ആ രാവിൽ നമ്മുടെ ദുആ നടക്കും, അറഫയുടെ സമാപന ദുആ പോലെ. ലോകം മുഴുവൻ ദുആ നടക്കേണ്ടത് അന്നാണ്. ഇപ്പൊ നമുക്ക് ഹജ്ജിന് പോകാൻ കഴിയില്ല. അന്ന് ഇൻഷാ അല്ലാഹ് ലൈവായി ആ സമയത്ത് നമ്മുടെ ജൽസത്തുൽ ഖുർആനും അതിന്റെ ദുആയി നടക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അക്കൗണ്ട് നമ്പർ ഇൻഷാ അല്ലാഹ് ഇതിനകത്തുണ്ട്. അതിനകത്ത് ഇൻഷാ അല്ലാഹ് കേൾക്കാൻ പറ്റും. ഡിസ്ക്രിപ്ഷനിൽ അക്കൗണ്ട് നമ്പർ ഉണ്ട് ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം തന്നെ മകൾക്ക് വിവാഹം ശരിയാവാൻ 6666 ഉസ്താദിന്റെ നമ്പർ കിട്ടിയാൽ ഉപകാരമായിരുന്നു. നല്ല സന്ദേശം, അൽഹംദുലില്ലാ. എന്റെ നമ്പർ കിട്ടിയാലും കഥയൊന്നുമില്ല, ഞാൻ എടുക്കൂല. മോള് ഗർഭിണിയാണ്, 7 മാസമായി. അല്ലാഹു സുഖപ്രസവം നൽകട്ടെ. കുറെ ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട്, ക്ലാസ് മുന്നോട്ട് പോകാൻ എല്ലാവരും ദുആ ചെയ്യുക. അതും കൂടെ ചെയ്യണം കേട്ടോ ഇൻഷാ അല്ലാഹ്. പിന്നെ വീടിന്റെ തൊട്ടടുത്ത് കൊറോണ, കായംകുളത്താണ്. ഷംനാ നിസാർ, അള്ളാഹു എല്ലാ പ്രയാസങ്ങളും മാറ്റി തരട്ടെ. കൊല്ലം ജില്ല 2ാമത് നിൽക്കാണ്. നിങ്ങളെല്ലാവരും കാര്യമായിട്ട് ദുആ ചെയ്യണം കേട്ടാ. പ്രവാസികളെ കരയിപ്പിച്ച് നാട്ടിലുള്ളവർ ഇപ്പോൾ നാട്ടിലും പടർന്നു പിടിക്കുന്നു. അള്ളാഹു കാക്കട്ടെ. ഉസ്താദിനെയും കുടുംബത്തിനെയും അള്ളാഹു ഖൈറിലാക്കട്ടെ. അടുത്ത വീട്ടിൽ വരെ കൊറോണ എത്തി, ഒരുപാട് പേര് ക്വാറന്റൈനിലാണ്. ദുആ ചെയ്യണം. ഏറാമല ഉസ്താദെ നിർത്തല്ല, ഉസ്താദെ ലൈവ് നിർത്തരുത് ഇൻഷാ അല്ലാഹ്. ഷാഹിദ ലൈവ് നിർത്തൂല ഇൻഷാ അല്ലാഹ്. ഞാൻ അതിന്റെ സജ്ജീകരണങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ സാങ്കേതിക വിദ്യയിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടായാലും ആദ്യം ഒരു അഡ്വാൻസ് പറഞ്ഞു എന്നേ ഉള്ളൂ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇങ്ങനെ ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമുക്ക് കാര്യമായിട്ട് ദുആ ചെയ്യാം. കുഴപ്പമില്ല ഉസ്താദെ. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ദുആ അറഫയുടെ അന്നാണ്. വൈകുന്നേരം 4:30 മണിക്കാണ് നമ്മുടെ ദുആ ജൽസത്തുൽ ഖുർആൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഉണ്ടാവണം. നമ്മുടെ തൈസീറിന്റെ ക്ലാസ് മുമ്പോട്ട് പോവാണ്. കുറച്ച് ആയത്ത് കൂടി കഴിഞ്ഞാൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഇദ്ദ, തലാക്ക് അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് തൈസീർ കടക്കും. ഏതായാലും ധാരാളം ആളുകൾ ഇതിനോട് സന്തോഷപൂർവ്വം ഈ ഖുർആൻ ക്ലാസ്സിലുണ്ട് എന്നത് വളരെയേറെ സന്തോഷകരമായൊരു കാര്യമാണ്. അള്ളാഹു നമ്മളെ ഖുർആൻ പഠിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ലോക്ക്ഡൗൺ വരും, കുറച്ചുകൂടി സമയമൊക്കെ നമുക്ക് കൂട്ടാം. ക്ലാസ്സിന് കുറച്ചുകൂടി സമയം കൂട്ടണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് കോവിഡ് ഹോസ്പിറ്റലായി, നാളെ ഉദ്ഘാടനം നടക്കുന്നുണ്ട്. അതിന്റെ വർക്കുകളും മറ്റുമൊക്കെ നടക്കുകയാണ്. ആ തിരക്കിലാണുള്ളത്. ഹംദാൻ ഫൗണ്ടേഷന് വേണ്ടി 1 രൂപ തന്നവർ ഓർത്തോളൂ. ഇൻഷാ അല്ലാഹ് ഈ 100 രോഗികൾ എവിടേക്ക് പോകണമെന്നറിയാതെ മരണവുമായി മല്ലിടുമ്പോൾ ഇവിടെ വന്ന് ചികിത്സിച്ചു പോകുമ്പോൾ അവർ പറയൂല്ലോ അൽഹംദുലില്ലാ, ഇല്ലെങ്കിൽ ദൈവമേ സ്തുതി. അതിൻ്റെ ഒരു ഓഹരിയും ഇതിനു വേണ്ടി 1 നാണയം തന്നവർക്കും കിട്ടുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അതോടൊപ്പം തന്നെ കടൽക്ഷോഭം കൂടുതലാണ് പാലപ്പെട്ടിയിൽ. നമ്മുടെ കടൽ തീരത്തുള്ള ധാരാളം ആളുകൾ, നമ്മുടെ സഹോദരങ്ങൾ, അവരൊക്കെ വലിയ പ്രയാസത്തിലാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മകന് ജോലി ശരിയാവാൻ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു എല്ലാവിധ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കട്ടെ. അടുത്ത ലൈവിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ചുകൂടി സമയത്തിൽ കാണാം. ഇനി കോവിഡ് ഹോസ്പിറ്റലിലെ ജോലിയൊക്കെ നടക്കുന്നുണ്ട്, അധികാരം നീട്ടാൻ കഴിയില്ല. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അടുത്ത ലൈവ് വീട്ടിയിരുന്നാണ് ഇൻഷാ അല്ലാഹ്. എല്ലാവരും ദുആ ചെയ്യും. അള്ളാഹു നമ്മുടെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കട്ടെ. ദുആക്ക് വേണ്ടി അടുത്ത സമയത്ത് നമുക്ക് മാറ്റിവെക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ.